കാണാൻ കുറച്ച് കളർഫുൾ ആയിട്ടില്ലേ? ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കിന് പ്രത്യേകത കാരണമാണ് ഞാൻ കുറച്ച് കളർഫുള്ളായിട്ട് നിൽക്കുന്നത്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് കളേഴ്സിനെ കുറിച്ചാണ്. കളേഴ്സിനെ പറ്റി ഇപ്പം എന്തത്ര പറയാൻ എന്ന് വിചാരിക്കേണ്ട. കളേഴ്സിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എത്ര കളേഴ്സ് തിരിച്ചറിയാൻ പറ്റുന്ന അറിയും നമ്മുടെ കണ്ണുകൾക്ക്? ഇപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, മിക്ക 10 മില്യൺ കളേഴ്സ് നമ്മുടെ ഈ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പ്രയാസമാണല്ലേ? പക്ഷെ അത് സത്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ കളേഴ്സിനെ കാണുന്നത്? എന്തിപ്പോൾ ചോദിക്കാം, കളർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷ്വൽ പെർസെപ്റ്റീവ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ കളേഴ്സിനെ കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ്. നമ്മുടെ കണ്ണിലെ കോശങ്ങളാണ് നമ്മളെ ഇതിലേക്ക് സഹായിക്കുന്നത്. കോൺസെപ്റ്റ്സ്, 3 തരം കോൺസെപ്റ്റ്സ് ആണ് നമ്മുടെ കണ്ണുകളിലുള്ളത്: ചുമപ്പ്, പച്ച, നീല. ഈ 3 കോൺസെപ്റ്റ്സ് കൊണ്ട് ചുമപ്പ്, പച്ച, നീല എന്നീ പറയുന്ന 3 കളേഴ്സിന്, ട്രൈക്രോമാറ്റിക്സിന്റെ വേരിയേഷൻസ് ആയിട്ടാണ് നമ്മൾ കളേഴ്സിനെ മൊത്തം കാണുന്നത്. ഇനി നമ്മൾ കളറിനെ കാണുന്ന പോലെയാണോ ഈ പട്ടിയും പൂച്ചയും കളേഴ്സിനെ കാണുന്നത്? അല്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ കണ്ണുകളിൽ, ഏത് ജീവജാലങ്ങളും ആയിക്കോട്ടെ, അതിൻ്റെ കണ്ണിലെ കോൺസെപ്റ്റ്സിന്റെ പ്രത്യേകത മൂലമായിരിക്കാം അത് ഓരോ നിറങ്ങളെയും കാണുന്നത്. ഇവർക്ക് പട്ടി പൂച്ച അതിനൊക്കെ ആണെങ്കിൽ രാത്രിയിലത്തെ കാഴ്ച കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നേക്കാളും 10 മടങ്ങ് നന്നായിട്ട് അതിനെ കാണാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും ഈ അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും ഒക്കെ എന്താ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഇല്ല. നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ച് എത്രയാണ്? 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. എന്നാൽ 400 നാനോമീറ്റർ താഴെയുള്ള കളേഴ്സിനെയാണ്, അല്ലെങ്കിൽ ലൈറ്റിനെയാണ് നമ്മൾ അൾട്രാ വയലറ്റ്, അത് വയലറ്റിന് താഴെയുള്ള എന്ന അർത്ഥത്തിൽ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത്. IR അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് 700 മുകളിലുള്ള എന്താണ്, ലൈറ്റ്സ് ആണ്. ഈ പൂമ്പാറ്റയൊക്കെ ഇല്ലേ, പൂമ്പാറ്റയൊക്കെ കൃത്യമായിട്ട്, അതായത് പൂമ്പാറ്റയും തേനീച്ചയും, ബട്ടർഫ്ലൈസും ബീസും എല്ലാം കൃത്യമായിട്ട് എങ്ങനെയാ പൂവിൻ്റെ നടുപ്പോയി തേൻ കുടിക്കുന്നത് അറിയാവോ? പറഞ്ഞു വരുമ്പോൾ അത് എങ്ങനെയാ അറിയാം അവിടെ ലാൻഡ് ചെയ്യേണ്ടതെന്ന്? ഇപ്പം നമ്മൾ വിമാനത്തിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, റൺവേയിൽ കൃത്യമായിട്ട് സ്ട്രിപ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് ദൂരേനെ പൈലറ്റിന് കാണാൻ പറ്റും. ശരിക്കും ഈ പൂക്കളുടെ പെറ്റൽസിലൊക്കെ, ഇതളുകളിൽ ഇതുപോലെയുള്ള ലാൻഡിങ് സ്ട്രിപ്സ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. കാരണം അത് അൾട്രാ വയലറ്റ് ആയിട്ടുള്ള റേസ് വെച്ച് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അത് കാണാൻ പറ്റുന്നത് ആർക്കാണെന്നറിയോ? ഈ പറയുന്ന പൂമ്പാറ്റകൾക്കും അതുപോലെ തേനീച്ചകൾക്കും. അത് ഉപയോഗിച്ചാണ് കൃത്യമായിട്ട് ലാൻഡ് ചെയ്ത് തേൻ കുടിക്കുന്നത്. ഇനി ചില പാമ്പിനങ്ങളൊക്കെ ഉണ്ട്, അത് ടെമ്പറേച്ചർ വെച്ചിട്ടാണ് സെൻസ് ചെയ്യുക. ഇതിന് ചില വൈപ്പേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ ഇൻഫ്രാറെഡ് റേസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ കണ്ടിട്ടാണ് ഇമേജസ് ആയിട്ട്, IR ഇമേജസ് ആയിട്ടാണ് നമ്മളെയൊക്കെ കാണുക. ഈ കാര്യം പറയട്ടെ, നമ്മൾ വിചാരിക്കും ഈ 10 മില്യൺ കളേഴ്സ് കാണുമ്പോൾ നമ്മളാണ് നന്നായിട്ട് കാണുന്നത്. ഒരു ഇത്തിരി കുഞ്ഞ് സാധനമുണ്ട്, ഒരു കൊഞ്ചാണ് ആള്. പുള്ളിക്കാരൻ എത്രയാണെന്നറിയോ? നമ്മുടെ കണ്ണിൽ ഈ 3 കോൺസെപ്റ്റ്സ് ഉള്ള സ്ഥലത്ത് പുള്ളിക്കാരൻ്റെ കണ്ണിൽ 15 കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തോരം കളേഴ്സ് ആയിരിക്കില്ലേ പുള്ളിക്കാരൻ കാണുന്നത്? പുള്ളിക്കാരൻ്റെ പേരാണ് മാൻറ്റിസ് ഷ്രിംപ്. ഒന്നും കൂടി പറയാം, മാൻറ്റിസ് ഷ്രിംപ്. അപ്പം അദ്ദേഹമാണ് ഈ ലോകത്ത്, ഈ പറഞ്ഞ ഇത്തിരി കുഞ്ഞിനായിട്ടുള്ള കൊഞ്ചാണ് ലോകത്ത് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ജീവിതം കാണുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ കളറിനെ കാണുന്നത്? അത് ആ വസ്തു ആഗിരണം ചെയ്യുകയോ പ്രതിഫലിപ്പിക്കുകയോ കടത്തിവിടുകയോ ചെയ്യുന്ന പ്രകാശത്തെ ആസ്പദമാക്കിയായിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന കളേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്, ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു വസ്തുവിന് കളേഴ്സ് ഉണ്ടാവുക. ഇനി ഒരു വസ്തു പ്രകാശത്തെ പൂർണ്ണമായി കടത്തിവിടുന്നില്ല എങ്കിൽ അതിനെ അതാര്യം അഥവാ ഒപ്പേക്ക് എന്നാണ് പറയുക. ഇനി ചില വസ്തുക്കൾ ഉണ്ടാവും അത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടും, സുതാര്യമായിരിക്കും. നമ്മൾ അതിനെ എന്ത് പറയും? ട്രാൻസ്പെറൻറ്റ് എന്ന് പറയും. ഇനി
അടുത്ത തരം വസ്തുക്കളുണ്ട്. ചില പ്രകാശത്തെ കടത്തിവിടും, ചില പ്രകാശത്തെ കടത്തിവിടില്ല. അതിനെ നമ്മൾ പറയുന്നത് ട്രാൻസ്ലൂസന്റ് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഈ കളേഴ്സിനെ കുറിച്ചിട്ട് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു സയൻസ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിന് കളറിമെട്രി അല്ലെങ്കിൽ ക്രോമാറ്റിക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ശരിക്കും ഈ കളേഴ്സിനെ പറ്റി ആദ്യം പഠിക്കാൻ തുടങ്ങിയത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ കളേഴ്സിനെ എയർ, ഫയർ, വാട്ടർ, എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ദൈവത്തിൻ്റെ ഒരു എലമെൻറ്റും കൂടെ കൊടുത്തിട്ടാണ് അദ്ദേഹം പഠിച്ചത്. പക്ഷേ കളേഴ്സിനെ പറ്റിയിട്ട് നമുക്കറിയുന്ന പേര് ആരുടെയാണ്? ന്യൂട്ടൻ്റെ ആണ്. കളർ വീലുണ്ട്, പ്രിസം ഉണ്ട്, വിബ്ജിയോർ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിബ്ജിയോറിൽ അദ്ദേഹം പറഞ്ഞത് 7 നിറങ്ങളാണ്. എന്നാൽ ചിലർ പറയുന്നത് 6 നിറമേ ഉള്ളൂ. ഇൻഡിഗോ ആയിട്ട് ന്യൂട്ടൺ കണക്കാക്കിയത് ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ബ്ലൂ ആയിട്ട് കണക്കാക്കിയത് നമ്മൾ സയാൻ എന്ന് പറയുന്ന കളറുമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. 6 നിറങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഈ കളറിനെ ബേസ് ചെയ്ത് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഗോത്തെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആവട്ടെ, അദ്ദേഹം ഈ കളേഴ്സിനെ ബേസ് ചെയ്ത് തിയറി ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന കളർ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഒരു സ്റ്റഡി തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം അദ്ദേഹം നാച്ചുറൽ ആയിട്ട് അടുത്തെങ്കിൽ കളറായിട്ട് ഒരു ഡിവൈൻ പവറൊക്കെ കൊടുക്കുകയും റെഡ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി അതിനോടൊക്കെ റിലേറ്റ് ചെയ്ത് പറയും. ബ്ലൂ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മൈൽഡ് നെഗറ്റീവ് ക്യാരക്ടർ ഒരു കളറായിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 3 കളേഴ്സിൻ്റെ ബേസിസിലാണ് എല്ലാ കളേഴ്സിനെയും കണ്ണിലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു തിയറി തോമസ് യങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറി ട്രൈക്രോമാറ്റിക് തിയറി, അതായത് എല്ലാ 3 കളേഴ്സിനെ ബേസ് ചെയ്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ എക്സ്പെരിമെൻ്റലി മാക്സ്വെൽ പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഒരുപാട് കളേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഡൈജസ്റ്റൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് കളേഴ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രോമാറ്റിക്സിനോട് ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ ഡൈജസ്റ്റൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷനാണ്. ഇനി ഈ ഗോത്തയുടെ ടൈമിൽ നമുക്ക് നാച്ചുറൽ കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കളേഴ്സ് ഇൻവെൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്ക് ഇഷ്ടമുള്ള പിഗ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആർട്ടിഫിഷ്യൽ കളേഴ്സും എല്ലാം വന്നു. നമ്മൾ പറഞ്ഞിരുന്നു കളറിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ കളേഴ്സ് കാണുന്ന ഓരോ ആനിമൽസും പറഞ്ഞു, എന്തിനെ ആസ്പദമാക്കിയാണ് കളർ കാണുന്നതെന്ന് പറഞ്ഞു. ഒരു ഓബ്ജക്റ്റിൽ ലൈറ്റ് പതിക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആംഗിൾ മാറുകയാണെങ്കിൽ അതിന് 2 അതിൽ കൂടുതൽ കളേഴ്സ് കാണിക്കാൻ പറ്റുന്നു എന്ന് കരുതുക. എക്സാമ്പിൾ എന്താണെന്നറിയോ? നമ്മുടെ കല്യാണത്തിന് പോകും, നമ്മൾ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ആ ചേച്ചിയുടെ സാരിയുടെ കളർ എന്താണെന്നറിയോ? ചുവപ്പ്. ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ അതായത് നമ്മൾ ആംഗിൾ മാറ്റി നോക്കുമ്പോൾ ആ ചേച്ചിയുടെ സാരിയുടെ കളർ പിങ്ക്. അപ്പോൾ നമ്മൾ നോർമലി പറയാറുണ്ട് ഡബിൾ ഷെയ്ഡ് ഫാബ്രിക് അല്ലെങ്കിൽ മൾട്ടി ഷെയ്ഡ് ഫാബ്രിക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രകാശം പതിക്കുന്നതിനനുസരിച്ച് കളറിന് മാറുകയാണെങ്കിൽ അതിന് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിന് കളർ കോൺസ്റ്റൻസി ഇല്ല, അതായത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കളറല്ല ആ ഒബ്ജക്റ്റ് കാണിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഈ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കളേഴ്സിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ടല്ലേ. അത് നമുക്ക് ഒരുപാട് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കളേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പോൾ പുതുതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നന്ദി, നമസ്കാരം.